ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്ഥയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് ഈ വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഗുരുവായൂർ ദേവസ്ഥയിലെ വാച്ച്മാൻ തസ്തികയിൽ 38 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ആദ്യം വാച്ച്മാൻ തസ്തികയാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 054/2025 ആണ്. ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്ഥയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ 23,000 മുതൽ 50,200 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. 38 ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 1/1/2007 2/1/1989 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായി വയസ്സുളവ് ലഭിക്കുന്നതാണ്. ഇതിലേക്ക് പരീക്ഷാ ഫീ വരുന്നുണ്ട്. 300 രൂപയാണ് പരീക്ഷാ ഫീസ്. SC വിഭാഗക്കാർക്ക് 150, ST വിഭാഗക്കാർക്ക് 150, OBC വിഭാഗക്കാർക്ക് 300 രൂപയും ജനറൽ EWS കാൻഡിഡേറ്റ്സിന് 300 രൂപയുമാണ് പരീക്ഷാ ഫീ ഉണ്ടായിരിക്കുക. അടുത്തത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ വരുന്നത് 056/2025 ആണ്. ശമ്പള സ്കെയിൽ 27,900 മുതൽ 63,700 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പിങ്ങിലുമുള്ള ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 1/1/2007 2/1/1989 ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായി വയസ്സുളവ് ലഭിക്കുന്നതാണ്. പരീക്ഷാ ഫീസ് SC വിഭാഗക്കാർക്ക് 250, ST വിഭാഗക്കാർക്ക് 250, OBC വിഭാഗക്കാർക്കും ജനറൽ EWS വിഭാഗക്കാർക്കും 500 രൂപയുമാണ് പരീക്ഷാ ഫീ ഉണ്ടായിരിക്കുക. അടുത്തത് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിരിക്കുന്നത്. 063/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പള സ്കെയിൽ 27,800 മുതൽ 59,400 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ ജനറൽ നഴ്സിംഗിൽ 3 വർഷത്തിൽ കുറയാത്ത വിജയകരമായ പരിശീലനവും കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 1/1/2007 2/1/1989 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായി വയസ്സുളവ് ലഭിക്കുന്നതാണ്. പരീക്ഷാ ഫീ 500 രൂപയാണ്. SC വിഭാഗക്കാർക്കും ST വിഭാഗക്കാർക്കും 250, OBC ജനറൽ EWS വിഭാഗക്കാർക്ക് 500 രൂപയുമാണ് പരീക്ഷാ ഫീ വരുന്നത്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായിട്ട് തുക അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൻ്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. പ്രൊഫൈലിലൂടെ പ്രിൻ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ
സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 30/9/2025 അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.